ഹലോ. അപ്പോൾ 2-3 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ലിൻഡൽ ചെയ്തു. 7 അടി കഴിഞ്ഞപ്പോൾ ലിൻഡൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ നനയ്ക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, ക്യൂറാകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസം നമ്മൾ ബ്രേക്ക് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്നലെ അവർ അതിൻ്റെ ടോപ്പിൽ ഫസ്റ്റ് വരി വെച്ചു. ഈ ഫസ്റ്റ് വരി വെക്കലാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. കാരണം അത് ശരിക്കും വാട്ടർ ലെവൽ നോക്കി തന്നെ വെക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മേളിലേക്കുള്ള കല്ലുകൾക്കും അതിൻ്റെ അലൈൻമെൻറ്റ്സിനും ക്രാക്ക് വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരി വെക്കാനാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കണം. ഇപ്പോൾ ഈ താഴെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് വരി വെച്ച് പോയപ്പോൾ ഒരു ദിവസം നമ്മൾ ഫസ്റ്റ് വരി വെച്ചു. എന്നിട്ട് ഒരു ദിവസം നനച്ചു. അത് സെറ്റാകാൻ വേണ്ടി മട്ടി ഇട്ടിട്ടാണ് ഫസ്റ്റ് വരി വെക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ കല്ല് വെക്കുന്ന പോലെ തന്നെ മട്ടിയിട്ട് വാട്ടർ ലെവലൊക്കെ കറക്റ്റായിട്ട് നോക്കി, ഓരോ കല്ലിനും ഒരു വാട്ടർ ലെവൽ നോക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് വരി വെക്കണേ. അപ്പം മേളിൽ ലിൻഡിൽ കഴിഞ്ഞപ്പോഴും നമുക്ക് കറക്റ്റ് ഓരോ കല്ലും വാട്ടർ ലെവൽ നോക്കി തന്നെയാണ് അവർ വെച്ചത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുത്തു. ഒരു ദിവസം എടുത്തു. 2 പണിക്കാർ, 2 മെയിൻ പണിക്കാർ, ഒരു ഹെൽപ്പർ, പിന്നെ വേറൊരു ഹെൽപ്പർ ഉണ്ടായിരുന്നു. ആൾ കല്ല് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീട് പണിയുന്ന ആരാണോ അവരാണ് കല്ല് അകത്തേക്ക് എടുത്ത് വെക്കണതിൻ്റെ അവരുടെ സ്കോപ്പിലാണ് പെടുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അപ്പോൾ ചിലവുകളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ, എസ്റ്റിമേറ്റൊക്കെ നോക്കുമ്പോൾ ഈ കല്ല് നമ്മുടെ ഇവിടുന്ന്, ഇപ്പോൾ ഞാൻ കല്ല് ഇറക്കി, ഇന്നിപ്പോൾ കല്ല് ഇറക്കിയതേ ഇപ്പോൾ പോയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കല്ല് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലൊക്കെ അകത്തേക്ക് ആക്കേണ്ടത് ഇപ്പോൾ ഇത്ര ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന്, എങ്കിലും നമ്മൾ ഈ കല്ലകത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ടാണ് അവർ പണിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പണിയുടെ സ്പീഡും കൂടും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ചിലവ് നമുക്ക് വരും. അത് അവരുടെ സ്കോപ്പിൽ വരില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ അവരോട് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞവർ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിന് വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം. ഓക്കെ. പിന്നെ കല്ലുകളൊക്കെ ഞാൻ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കല്ല് റെക്കമെൻഡ് ചെയ്യാം. ഇത് ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3800 കല്ലോളം ഇറക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇറക്കി. ഞാൻ ഇറക്കിയിട്ട് നോക്കുകയാണെങ്കിൽ, ഇറക്കുന്ന സമയത്തും കയറ്റുന്ന സമയത്തും അല്ലെങ്കിൽ ഇവിടെ ഇറക്കി വെച്ച സമയത്ത് പണിയുന്ന സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 5-6 കല്ല്, ഇതിനപ്പുറം ഒന്നും പൊട്ടിയിട്ടോ ക്രാക്ക് വീണോ ഒന്നും ചെയ്തില്ല. എല്ലാം നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിന്നു. റിലയബിളായ കല്ലാണ്. ഞാനപ്പോൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുറേ ഒന്ന് നോക്കിയിട്ട് 5-6 കല്ലൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കല്ലിലേക്ക് അവസാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 കല്ലിൻ്റെ ഞാൻ കല്ലായിട്ടൊരു കമ്പാരിസൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത് ഇൻ്റർലോക്ക് കല്ല് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കല്ലിൻ്റെ റിലയബിലിറ്റിയാണ്, അതിൻ്റെ സ്ട്രെങ്ത്ത്, അതിലേക്കുള്ള വാട്ടർ അബ്സോർപ്ഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഞാനിപ്പോൾ ഇത് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പം ഞാനത് കല്ലിൻ്റെ കമ്പാരിസനെ കുറിച്ചുള്ളൊരു വീഡിയോ അടുത്തായിട്ട് ഇടാം. ഇനി ഞാൻ 2-3 സ്ഥലത്തിലുള്ള കല്ല് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ കാണിക്കാം, എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ്, അത് പൊട്ടിച്ച് അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ഇന്ന് പണിക്കാർ കുറച്ച് കൂടുതലുണ്ടാവും. ഇന്ന് മാക്സിമം കല്ലൊക്കെ മുകളിലേക്ക് വെക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കല്ലുകളൊക്കെ ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം അതിൻ്റെ പ്രോഗ്രസ്. പിന്നെ ഇന്നലെ ഇതാണിപ്പോൾ കണ്ടോ, ഈ കല്ല് കണ്ടോ നിങ്ങൾ? ഈ കല്ല് കാണുമ്പോൾ ഈ ഒരു പീസ് കണ്ടോ? ഇത് എല്ലാ കല്ലും ഇവിടെ ഈ കല്ല് പീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പീസ് കണ്ടോ, ഇത്രയൊരു ഭാഗം ഇതവർ ഗ്രൈൻഡിങ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്തിട്ട് വെക്കണതാണ്. ഇതാണ് മൂല തിരിക്കുന്ന കല്ലുകൾ. അതായത് നമ്മളിവിടെ ഈ കല്ല് വെക്കണില്ല, ഈ കല്ല് ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് മേളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഈ ഗ്യാപ്പിലേക്ക് കല്ല് കയറിയിരിക്കുള്ളൂ. അതായത് ഇതിൻ്റെ മേളിൽ കല്ല് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ഈ ലോക്ക് തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ആ കല്ലൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ഇന്നലെ വന്നത് പ്രിപ്പയർ ചെയ്ത് 19 കല്ല് അതിന് വേണ്ടി മൂലയൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കുറച്ച് ടൈം ടേക്കിംഗ് പരിപാടിയാണ്. അതാണ് ഇപ്പോൾ മൂല തിരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റെഡിയാക്കി ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുറച്ചും കൂടി സ്പീഡിൽ പണി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ പോയിൻറ്റ്സാണ്. അങ്ങനെ പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. പിന്നെ ഞാൻ ബാത്റൂമിൻ്റെ പാർട്ടീഷൻ ചെയ്തു. ബാത്റൂമിൻ്റെ പാർട്ടീഷൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. മറ്റേ നമ്മൾ സിമെൻറ്റ് കെട്ട് വേണ്ടിയാണ് ചെയ്തത് പാർട്ടീഷൻ. മറ്റേ കണ്ടോ, ബാത്റൂമിൻ്റെ പാർട്ടീഷൻ മാത്രം സിമെൻറ്റ് കെട്ട് വേണ്ടി ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതിൽ ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൻ്റെ മാത്രം ഒന്ന് കൺസീൽ ചെയ്തിട്ട് ചെയ്യണം. പൈപ്പൊക്കെ കൺസീൽ ചെയ്യുമ്പോൾ അതിലേക്കൂടെ പൊക്കോട്ടെ. 2 ബാത്റൂമിൻ്റെയും കോമൺ ചോരിൽ കൂടെ അപ്പുറത്തൊരു ബാത്റൂമുണ്ട്, അതിലേക്കൂടെ പൊക്കോട്ടെ. അപ്പോൾ കൺസീൽ ചെയ്യാൻ എളുപ്പം പിന്നെ ടൈൽസ് ഒട്ടിക്കണതാണ്. അപ്പോൾ ആ നടുക്കിലത്തെ മാത്രം ഒന്ന് ഇതിൽ ചെയ്തു. ഇനി ഇതിപ്പോൾ ക്രാക്ക് വീഴാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും ഞാനതൊരു പ്രിക്കോഷണറി മെഷർ എന്ന രീതിയിൽ അത് മാത്രം കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പൈപ്പൊക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രിക്കിൽ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇലക്ട്രിക് കണക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പണാണ് ചെയ്യണത്, കൺസീൽ ചെയ്യുന്നില്ല. കൺസീൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഞാൻ പല വീടുകളിലും പോയി കണ്ടിട്ട് കൺസീൽ ചെയ്ത് സാധാരണ വീടുകൾ എങ്ങനെയാണോ കൺസീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഗ്രൈൻഡർ കൊണ്ട് കറക്റ്റ് ലെവലിൽ മുറിച്ച് അതിനകത്ത് വെച്ച് പേസ്റ്റ് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സിമെൻറ്റ് പേസ്റ്റിങ് പോലെ വീണ്ടും വരും, ഓരോ ചെറിയൊരു ഡീവിയേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൺസീൽ ചെയ്യേണ്ട, ബാക്കി ലൈൻസൊക്കെ ഇവിടെ ലിൻഡലിൻ്റെ ഇതിലെ കൂടെ ഈ സൈഡില്ലേ ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ അപ്പോൾ ഇതിലെ കൂടെ നമുക്ക് ഇലക്ട്രിക് ലൈൻസൊക്കെ വലിച്ചുകൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് മേളിൽ സീലിംഗ് വരും, അപ്പോൾ ഒരുവിധം കണക്ഷൻസൊക്കെ സീലിങ്ങിൻ്റെ മേളിൽ കൂടെ പോകാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതാണ് കാര്യങ്ങൾ. നിങ്ങളുടെ കമൻസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഡീറ്റെയിൽസ് പറയാം. മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കട്ട ഞാൻ ഇതോടുകൂടെ നിർത്തുകയാണ്. ഏകദേശം എൻ്റെ പ്രതീക്ഷയിൽ 2500 കട്ട കൊണ്ട് അവസാനിക്കുന്നതാണ്. ഇപ്പോൾ 3800 1300 കട്ടപ്പം എൻ്റെ കണക്കോടെ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉയരം ഞാൻ ചെയ്യണത് ഒരു 12 അടി ഉയരം ചെയ്യുന്നുണ്ട്. സാധാരണ 10 അടി ഉയരത്തിൽ നിർത്തുമല്ലോ, ഞാൻ 12 അടി ഉയരത്തിലാണ് ചെയ്യുന്നത്, ചെറിയൊരു എലിവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും കട്ട കൂടുതൽ വന്നത്. ഓൾ റൈറ്റ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ, പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് ഇടാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു ദെൻ, ബൈ, സീ യു.